കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ജന്മ അനുജന്മ നക്ഷത്രങ്ങൾ എന്നാണ് വിഷയം. കുട്ടി പറഞ്ഞ ജന്മാനുജന്മ നക്ഷത്രങ്ങൾ എന്ന് പറയും. ഓരോ നക്ഷത്രക്കാർക്കും അവരുടേതായ അനുജന്മ നക്ഷത്രങ്ങളുണ്ട്. എല്ലാവർക്കും ഉണ്ട് അത്, ഇല്ലേ? അശ്വതി മുതൽ രേവതി വരെയുള്ള എല്ലാ നക്ഷത്രക്കാർക്കും അനുജന്മ നക്ഷത്രങ്ങളുണ്ട്. നമ്മുടെ നക്ഷത്രത്തിൽ ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ അന്ന് വന്നു ചേരും, ഇല്ലേ? നമ്മുടെ നക്ഷത്രത്തിൽ അന്ന് ഒരു പക്കപ്പിറന്നാളിനോ അല്ലെങ്കിൽ ഒരു ആണ്ടുപിറന്നാളിനോ അപ്പം നമ്മുടെ ആ നക്ഷത്രം വരുന്ന ആ നക്ഷത്രത്തിൽ നമുക്കൊരു എന്തെങ്കിലും ഒരു കാര്യം ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യണമെന്ന് തോന്നിയാൽ അതിന് തടസ്സം വരും. ചിലപ്പോൾ തടസ്സം വന്നെന്ന് വരും. അപ്പം അതുകൊണ്ട് അത് മുടങ്ങിപ്പോവും. സ്വാഭാവികമായും പലർക്കും അതുകൊണ്ട് വിഷമങ്ങളും തോന്നും. നമ്മളൊരു കാര്യം ചെയ്യാൻ വിചാരിച്ചാൽ അന്ന് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായും മനോവിഷമങ്ങളുണ്ടാവും. ആ വിഷമങ്ങൾ ഉള്ളവർക്ക് നിങ്ങൾ വിഷമിക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ നക്ഷത്രത്തിൽ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മുടെ അനുജന്മ നക്ഷത്രത്തിൽ ചെയ്താൽ മതി, അതിൻ്റെ ഗുണം നമുക്ക് കിട്ടും. അതായത് നമ്മുടെ നക്ഷത്രത്തിൽ ഇപ്പൊ അശ്വതി നക്ഷത്രമാണെന്ന് വെച്ചോ, ആ അശ്വതി നക്ഷത്രത്തിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ആ അശ്വതി നക്ഷത്രത്തിന്റെ അനുജന്മ നക്ഷത്രത്തിൽ ചെയ്താൽ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അശ്വതി നക്ഷത്രത്തിൽ ചെയ്തില്ലല്ലോ എന്ന് കരുതി ആരും വിഷമിക്കേണ്ട കാര്യമില്ല. അതിന് പകരമായിട്ട് എൻ്റെ അനുജന്മ നക്ഷത്രത്തിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് തന്നെ കിട്ടും. ചിലർ ജന്മനക്ഷത്രത്തിൽ പിറന്നാൾ ദിവസം വഴിപാടുകൾ നടത്താൻ ഉദ്ദേശിക്കും. അപ്പോൾ അതിന് തടസ്സം ഉണ്ടാവും, ഇല്ലേ? അപ്പൊ അനുജന്മ നക്ഷത്രത്തിൽ ചെയ്യാം, അതിന് നമുക്ക് ഗുണം കിട്ടും. ചിലർക്ക് പിതൃക്കൾക്ക് ശ്രാദ്ധം മുട്ടാൻ കഴിയാതെ വരും. ക്ഷേത്ര വഴിപാടുകൾ നേർന്നാൽ ചിലപ്പോൾ അത് സാധിച്ചെന്നും വരില്ല. പുലയോ വാലായ്മയോ വന്നാലും കാര്യങ്ങൾ മുടങ്ങും, ഇല്ലേ? പലവിധ മുടക്കങ്ങളുണ്ടാവും. പുല വരാം, വാലായ്മ വരാം. പിതൃക്കൾക്ക് ശ്രാദ്ധം മുട്ടാൻ ചിലപ്പോൾ സഹായിച്ചെന്ന് വരില്ല. ക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്താൻ ചിലപ്പോൾ സഹായിച്ചെന്ന് വരില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ അവരുടെ അനുജന്മ നക്ഷത്രങ്ങളിൽ ചെയ്താൽ അതിൻ്റെ ഫലം കിട്ടും. അതിൻ്റെ ഗുണങ്ങളും ആ നക്ഷത്രക്കാർക്ക് വന്നു കിട്ടും. ഏതൊക്കെയാണ് ഓരോ നക്ഷത്രത്തിൻ്റെയും അനുജന്മ നക്ഷത്രങ്ങൾ എന്ന് ഞാൻ പറയാം. ഓരോ നക്ഷത്രത്തിൻ്റെയും അനുജന്മ നക്ഷത്രങ്ങൾ ഏതാണ്? അപ്പം നമുക്ക് നമ്മുടെ നക്ഷത്രത്തിൽ ചെയ്യാൻ പറ്റാത്ത കാര്യം അടുത്ത ഈ ഞാൻ പറയുന്ന അനുജന്മ നക്ഷത്രത്തിൽ ചെയ്താൽ മതി. അശ്വതി നക്ഷത്രത്തിന്റെ അനുജന്മ നക്ഷത്രങ്ങൾ മകം, മൂലം. ഭരണി നക്ഷത്രത്തിന്റെ അനുജന്മ നക്ഷത്രം പൂരം, പൂരാടം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഉത്രം, ഉത്രാടം. രോഹിണി നക്ഷത്രക്കാർക്ക് അത്തം, തിരുവോണം. മകീരം നക്ഷത്രക്കാർക്ക് ചിത്തിര, അവിട്ടം. മകീരം നക്ഷത്രക്കാർക്ക് അവരുടെ അനുജന്മ നക്ഷത്രം ചിത്തിര, അവിട്ടം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ചോതിയും ചതയവുമാണ്. ചോതി, ചതയം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ചോതി, ചതയം. പുണർദം നക്ഷത്രക്കാർക്ക് വിശാഖം, പുരുരുട്ടാതി. പുണർദം നക്ഷത്രക്കാർക്ക് വിശാഖം, പുരുരുട്ടാതി. പൂയം നക്ഷത്രക്കാർക്ക് അനിഴം, ഉത്രട്ടാതി. പൂയത്തിന് അനിഴം, ഉത്രട്ടാതി അനുജന്മ നക്ഷത്രങ്ങളാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് തൃക്കേട്ട, രേവതി. ആയില്യം നക്ഷത്രക്കാർക്ക് തൃക്കേട്ട, രേവതി. ആയില്യം കഴിഞ്ഞാൽ മകൻ നക്ഷത്രക്കാർക്ക് അശ്വതി, മൂലം. മകൻ നക്ഷത്രക്കാർക്ക് അശ്വതി, മൂലം. പൂരം നക്ഷത്രക്കാർക്ക് ഭരണി, പൂരാടം. പൂരം നക്ഷത്രക്കാർക്ക് ഭരണി, പൂരാടം. ഉത്രം നക്ഷത്രക്കാർക്ക് കാർത്തിക, ഉത്രാടം. അതുപോലെ അത്തം നക്ഷത്രക്കാർക്ക് രോഹിണി, തിരുവോണം. അത്തത്തിന് രോഹിണി, തിരുവോണം. ചിത്തിര നക്ഷത്രക്കാർക്ക് അവിട്ടം, മകീരം. ചിത്ര നക്ഷത്രക്കാർക്ക് അവിട്ടം, മകീരം. ചോതി നക്ഷത്രക്കാർക്ക് തിരുവാതിര, ചതയം. ചോതിക്ക് തിരുവാതിര, ചതയം. വിശാഖ നക്ഷത്രക്കാർക്ക് പുണർദം, പുരുരുട്ടാതി. പുണർദം, പുരുരുട്ടാതി. അനിഴം നക്ഷത്രക്കാർക്ക് ഉത്രട്ടാതി, രേവതി. അനിഴക്കാർക്ക് ഉത്രട്ടാതി, രേവതി. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് രേവതിയും ആയില്യം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് രേവതി, ആയില്യം. മൂലം നക്ഷത്രക്കാർക്ക് മകം, അശ്വതി. മകം, അശ്വതി. പൂരാടം നക്ഷത്രക്കാർക്ക്
മൂലം കഴിഞ്ഞാൽ പൂരാട നക്ഷത്രക്കാർക്ക് പൂരം ഭരണി, പൂരാട നക്ഷത്രക്കാർക്ക് പൂരം ഭരണിയും, ഉത്രാടം നക്ഷത്രക്കാർക്ക് ഉത്രം കാർത്തിക, ഉത്രാട നക്ഷത്രക്കാർക്ക് ഉത്രം കാർത്തിക, തിരുവോണം നക്ഷത്രക്കാർക്ക് അത്തം രോഹിണി, അത്തം രോഹിണി തിരുവോണം നക്ഷത്രക്കാർക്ക്, അവിട്ടം നക്ഷത്രക്കാർക്ക് ചിത്തിര മകീരം, ചിത്തിര മകീരം, ചതയം നക്ഷത്രക്കാർക്ക് ചോതി തിരുവാതിര, ചോതി തിരുവാതിര, പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് വിശാഖം പുണർദം, വിശാഖം പുണർദം, വിശാഖം പുണർദമാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് അനിഴം പൂയം, അനിഴം പൂയം. രേവതി നക്ഷത്രക്കാർക്ക് തൃക്കേട്ട ആയില്യം, രേവതി നക്ഷത്രക്കാർക്ക് തൃക്കേട്ട ആയില്യം. ഇവയാണ് അനുജന്മ നക്ഷത്രങ്ങൾ. ഇത് നമ്മൾ ഓർത്തു വെക്കുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ ജന്മനാളിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത പല കർമ്മങ്ങളും നമുക്ക് ഇതുപോലെ അനുജന്മ നക്ഷത്രങ്ങളിൽ ചെയ്താൽ നമുക്ക് അതിനകത്ത് വളരെയധികം ഫലം കിട്ടും. അതാണ് ഈ ജന്മ അനുജന്മ നക്ഷത്രങ്ങൾ എന്ന വിഷയത്തിൽ എനിക്ക് എൻ്റെ ശ്രോതാക്കളോട് പറയാനുള്ളത്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നന്ദി, നമസ്കാരം.